ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിമാരുടെ മൊഴിയെടുത്തിരിക്കുന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തങ്ങൾക്കറിയാമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതിനാലാണ് അറ്റകുറ്റപ്പണികൾക്ക് നിർദ്ദേശം നൽകിയത് എന്ന് തന്ത്രിമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുകയാണ്. പ്രജിത് മോഹൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രജിത്ത്, ഈ തന്ത്രിമാർ മൊഴിയിൽ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് ദേവസ്വം ബോർഡിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ തങ്ങളോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കട്ടിളപ്പാളികളുടെയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെയും ഒക്കെ അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകി. ഇതാണോ കണ്ഠരര് രാജീവരും അതോടൊപ്പം തന്നെ കണ്ഠരര് മോഹനരും ഈ ഘട്ടത്തിൽ SITക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്? ഈ സ്വർണ്ണപ്പാളി കവർച്ച കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ മൊഴികളിലൊന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും തന്ത്രിമാരുടെ മൊഴി, അന്നത്തെ തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം പോയിരുന്നില്ല. എന്നാൽ ഈ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും, പ്രത്യേകിച്ച് പത്മകുമാറിൻ്റെ അടക്കം അറസ്റ്റ് പൂർത്തിയായതിനു ശേഷമാണ് തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നതിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോയിരിക്കുന്നതിൽ നേരത്തെ ശബരിമല തന്ത്രിമാരായിരുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗൗതമ പറഞ്ഞതിലൊരിതുണ്ട്, ഇവർ മൊഴി നൽകിയിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് തന്നെയാണ്. കാരണം ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സാന്നിധ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊപ്പവും ദേവസ്വം മന്ത്രിക്കൊപ്പവും അതോടൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർക്കുമൊക്കെ സർവ്വസ്വാതന്ത്ര്യത്തോടെ ശബരിമലയിൽ വാണിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വാഭാവികമായും തന്ത്രിമാർക്കും അറിയാൻ കഴിയും. അങ്ങനെ തന്ത്രിമാർക്ക് നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകുന്നത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ചാണ്. ദേവസ്വം കമ്മീഷൻ അടക്കമുള്ളവരുടെ നിർദ്ദേശം അതിൽ നിന്ന് എന്നാണ് അദ്ദേഹം അല്ലെങ്കിൽ തന്ത്രിമാർ നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം കമ്മീഷണർ എന്നിവരടക്കമുള്ളവരുടെ നിർദ്ദേശാനുസരണമാണ് ഈ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി ചെയ്യാനുള്ള അതല്ലെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് പോകുന്നതിനുള്ളൊരു അനുമതി തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആരാണോ ഉത്തരവാദിത്തമുള്ള തന്ത്രി ആ സമയത്ത് അവിടെയുള്ളത് അവരുടെ അനുവാദം അതിന് ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ലഭിക്കുകയും ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തങ്ങൾ പ്രവർത്തിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തന്ത്രിമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിരിക്കുന്ന മൊഴി. ഇതിലേറ്റവും ശ്രദ്ധേയകരമായ കാര്യം, പത്മകുമാറിൻ്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കൊല്ലം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ രീതിയിൽ തന്ത്രിമാരുടെ മൊഴി സംബന്ധിച്ച വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത്. ഗൗതം. ഓക്കെ പ്രജിത്ത്, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്തിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. തന്ത്രി കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും മൊഴിയാണ് എടുത്തിരിക്കുന്നത്. ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയൊക്കെ കൂടെ എപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് എത്തുകയും വരികയും പോകുകയും ഒക്കെ ചെയ്യുന്നത് ഈ തന്ത്രിമാർ കാണുന്നതാണ്. ഇക്കാര്യമാണ് SITക്ക് മുമ്പാകെ ഇപ്പോൾ ഈ രണ്ട് തന്ത്രിമാരും വ്യക്തമാക്കിയത് എന്നാണ് പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.